ഹായ്. കുട്ടികളുടെയും നമ്മൾ പാരൻസിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും സ്ട്രഗ്ലിംഗ് ഒരു പീരീഡ് എന്ന് പറയുന്നതാണ് കുട്ടികളുടെ ടീനേജ് പ്രായം അഥവാ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ കുഞ്ഞു കുട്ടികളെ നമ്മുടെ കയ്യിൽ തൂങ്ങി നടന്നിരുന്ന കുട്ടികളെ പെട്ടെന്ന് അവരുടെ ഒരു ചേഞ്ച് നമുക്ക് പെട്ടെന്ന് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും എത്രയൊക്കെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ പോലും അത് നമുക്ക് അംഗീകരിക്കാൻ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെയാണ് കുട്ടികളും. അവർ അനുഭവിക്കുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മളെക്കാൾ ഏറെയാണ്. അതായത് അവർക്ക് മാനസികമായിട്ടുള്ളതുണ്ടാകുന്നത്, ശാരീരികമായിട്ടുണ്ടാകുന്ന അവരുടെ ഹോർമോൺ ചേഞ്ച്, പിന്നെ എഡ്യൂക്കേഷനിൽ അവർക്ക് ആ പഠിത്തത്തിൻ്റെ ഭാരങ്ങൾ കൂടി വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡാണ്. നമ്മൾ പാരൻസിന് അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ കുറച്ച് നമുക്ക് എന്തായാലും ഒരു പരിചയം ഉണ്ടാവും അല്ലേ. ആ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിരുന്ന വിഷമങ്ങൾ, കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ പുതിയത് അറിയാനുള്ളത്, പുതിയ വേറൊരു, അതായത് അത്രയും നാൾ അവർക്ക് കുട്ടികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ആ ഒരു ലോകം എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു മൈൻഡിലേക്ക് എല്ലാത്തിനെയും അറിയാനും കേൾക്കാനും എല്ലാത്തിനെയും എതിരിടാനും ഉള്ള ഒരു രക്തത്തിളപ്പുള്ള പ്രായം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് കുട്ടികൾ മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്കത് ഏതാണ് കറക്റ്റായ ദിശ എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് നമ്മൾക്ക് കറക്റ്റായ രീതിയിൽ, പക്ഷേ അതിന് വളരെയധികം പേഷ്യൻസോട് കൂടി അവരെ മനസ്സിലാക്കാനും അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മൾ കുറേ എഫേർട്ട് ഇടേണ്ടി വരും. ആ ഒരു പേഷ്യൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഒരു മാതാപിതാക്കൾ എന്ന് പറയുന്ന രീതിയിലെ ഏറ്റവും നമ്മളുടെ ചലഞ്ചിങ് പീരീഡും അത് തന്നെയാണ്. അത് നമ്മളുടെ ആ ഒരു ക്ഷമ നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. അല്ലാതെ കുട്ടികളെ എപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്ത് മിസ്റ്റേക്കുകളും, കാരണം അത് അവരുടെ പ്രായത്തിൻ്റേതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത നമ്മൾ നേടിയെടുത്തേ പറ്റുള്ളൂ. എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തും നമ്മൾ സഹിക്കണോ ക്ഷമിക്കണോ എന്നുള്ളതല്ല അത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അവർ നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെ വഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്തം അവർക്ക് ഇവിടുന്ന് തുടങ്ങുകയും ചെയ്ത് അവിടെ എത്തിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ്, ആ സ്റ്റേജിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ ഒരു കാലഘട്ടം നമുക്ക് ഓർത്ത് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എത്രത്തോളം തീഷ്ണതയും എല്ലാം നിറഞ്ഞ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ് അതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ പേരൻസ് വേണം, മറ്റുള്ള ചുറ്റുമുള്ള പലരിൽ നിന്നും പല അഭിപ്രായങ്ങളോ കാര്യങ്ങളോ നോക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നുള്ളത് പാരൻസിനേക്കാൾ കൂടുതൽ ചുറ്റുമുള്ളവരിലല്ല, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടല്ല, സമൂഹത്തിലേക്ക് അവർ ഈ സമൂഹത്തിൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആ ഒരു ആർജവം കൊടുക്കേണ്ടത് ഈ ഒരു സമയത്താണ്. ഇതിലെന്ത് അവർ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നതിനനുസരിച്ചിരിക്കും അവരുടെ പിന്നീടുള്ള ഒരു ഭാവി, അല്ലെങ്കിൽ അവർ ആ സൊസൈറ്റിയിൽ പെരുമാറുന്നത്. അതുകൊണ്ട് നല്ലൊരു പൗരനായിട്ട് അങ്ങനെ ഒരു വാർത്തെടുക്കാനായിട്ട് നമ്മൾ കുട്ടികളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. അതിന് നമുക്ക് ക്ഷമയും സമയവും ഒക്കെ ആ കുട്ടികൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അത്രയും സമയമോ കാര്യങ്ങളോ കൊടുത്തില്ലെങ്കിൽ പോലും അവർ നമ്മളോട് ചുറ്റിപ്പറ്റി നിൽക്കും. പക്ഷേ ഈ ഒരു സമയം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കും രക്ഷിക്കാൻ കഴിയില്ല, അവർക്ക് തനിയും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു പീരീഡ് സഹനശക്തിയോടുകൂടി തന്നെ നേരിടേണ്ടത് മാതാപിതാക്കളായ നമ്മളാണ്.